പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചതിനെതിരെയുള്ള ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം.ആർ. ഗോപൻ പറഞ്ഞു. ഭക്തർക്കൊപ്പം പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പൂജപ്പുര സരസ്വതി മണ്ഡപം കയ്യേറി നവകേരള സഭയുടെ സംഘാടക സമിതി ഓഫീസ് കെട്ടിയതിനെതിരെ നാട്ടുകാരും ബി.ജെ.പിയും അടക്കം വലിയ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ എം.ആർ. ഗോപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിഷയത്തിനെതിരെ ബി.ജെ.പി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷേ ഇതുവരെ ഈ സംഘാടക സമിതി ഓഫീസ് ഇവിടെ നിന്ന് മാറ്റാൻ തയ്യാറായിട്ടില്ല. ഇത് ഒരു തരത്തിൽ ഈ നവകേരള സഭയുടെ ആദ്യഘട്ടം മുതൽ കണ്ടുവരുന്ന ഒരുതരം ധാർഷ്ട്യത്തിന്റെ ഭാഗം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഒരു ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഒരു നഗരസഭാ ഭരണകൂടവും ഒരു ഗവൺമെൻറ്റുമാണ് ഇന്ന് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇവിടെ വിശ്വാസി സമൂഹത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇവിടെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന സരസ്വതി ദേവിയുടെ ക്ഷേത്രം കുടികൊള്ളുന്നതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം മറച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശ്രീ പിണറായി വിജയൻ്റെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഭക്തജന സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളി CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ നേരെ ഇത്രയും ധിക്കാരം കാണിക്കുന്ന ഒരു ഭരണകൂടം, നഗരസഭാ ഭരണകൂടത്തിനെതിരെ കൗൺസിൽ യോഗം നടക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ഇത് തെറ്റാണെന്ന് മേയറോട് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. തെറ്റാണ്, ഇത് കീഴ്വഴക്കങ്ങൾക്ക് ലംഘനമാണ്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സമാനമായ ഒരു സംഭവം ഉണ്ടായി. ചക്കുവള്ളി ക്ഷേത്രത്തിൽ കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒക്കെ തിരിച്ചടിയായ ഒരു വിധിയാണ്. സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ആ വിധി കൂടി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും സരസ്വതി മണ്ഡപത്തിൻ്റെ പേരിൽ കോടതിയിലേക്ക് ഇന്ന് കേസ് പോയിട്ടുണ്ട്. ഈ പന്തൽ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹം അവിടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് 3-4 പ്രാവശ്യമായി നഗരസഭയോട് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിതിനകത്ത് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഭൂമി സംബന്ധമായ സ്റ്റേഡിയത്തിന് അവകാശം നിങ്ങൾ സ്വാഭാവികമായി സ്ഥാപിച്ചെടുത്തു. ക്ഷേത്രത്തിന് നിങ്ങൾക്ക് എന്താണ് അവകാശം? അതുപോലെ ഇന്ന് നമുക്ക് കാണുന്ന ഈ വിധി നമുക്ക് കൊല്ലത്ത് നമുക്ക് ചക്കുവള്ളി ക്ഷേത്രത്തിൽ ഇന്ന് കിട്ടിയിട്ടുള്ള വിധി ഇന്ന് സരസ്വതി മണ്ഡപത്തിൻ്റെ കാര്യത്തിലും ബഹുമാനപ്പെട്ട കോടതിയെ ഉണർത്തിക്കൊണ്ട് ആ വിധി സമ്പാദിച്ചുകൊണ്ട് ഇതിവിടുന്ന് മാറ്റി സ്ഥാപിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടും എന്ന് തന്നെയാണ് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്നത്. അവസാനമായ ഒരു കാര്യം കൂടി, ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഒരാഴ്ചക്കകം ഈ നവകേരള സദസ്സ് യാത്ര ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതിഷേധം ഒക്കെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു അംഗീകൃത രാഷ്ട്രീയ ദേശീയ പാർട്ടി എന്ന നിലയ്ക്കും ഇവിടുത്തെ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ ഇവിടെ ഈ സമരം ചെയ്യുന്ന ഇതിൻ്റെ വിശ്വാസി സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് അവരെടുക്കുന്ന ഏത് നിലപാടുകൾക്കും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും എന്നീ അവസരത്തിൽ അവർക്ക് ഉറപ്പു കൊടുക്കും. തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യം നഗരസഭ വീണ്ടും പരിശോധിക്കണം. വിശ്വാസി സമൂഹത്തിനൊപ്പം നിൽക്കും ബി.ജെ.പി. ആ തരത്തിലുള്ള പരിപാടികളുമായി, പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിവേക് നേമത്തിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ജനം.